ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ നാളായി എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലെവൽ ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു 1%ന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊള്ളുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ലെവൽ ട്രേഡിങ്ങിനെ കുറിച്ച് പറയാം. എല്ലാ ദിവസവും രാത്രി ഒരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് 10-10:30 ആകുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള തലേ ദിവസം മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവൽ വെച്ചുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ വ്യക്തമായിട്ട് ഞാൻ അത് ബുള്ളിഷും റെഫറൻസും ബെയറിഷ് റെഫറൻസും പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഇപ്പം പുതുതായിട്ട് വികസനം വരുന്ന വീഡിയോയിലെല്ലാം ഈ ബുള്ളിഷും ബെയറിഷും റെഫറൻസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഞാനത് പറഞ്ഞ് അതിന്റെ മുകളിലെ ടാർഗറ്റ് എങ്ങോട്ടാണ്, താഴത്തെ ടാർഗറ്റ് എല്ലാം വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് തരുന്നത്. സോ അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാമെന്ന രീതി ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അത് നോക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും നമ്മൾ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഒരു ബൈ കോളിനെ കുറിച്ച് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. എപ്പോഴും ഓർത്തുകൊള്ളുക, ഒരു ബുള്ളിഷ് റെഫറൻസിന് താഴെ മാത്രമേ നിങ്ങൾ ബൈ കോൾ എടുക്കാൻ പാടുള്ളൂ. ബുള്ളിഷിനും ബെയറിഷിനും റെഫറൻസിനും ഇടയ്ക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഇന്നലത്തെ വ്യാഴാഴ്ച രാത്രി കൊടുത്ത വീഡിയോയുടെ റെഫറൻസ് ആണ്. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് എങ്ങനെ അത് പെർഫോം ചെയ്യും നിങ്ങൾക്ക് ഇത് 5 മിനിറ്റ് ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട നിങ്ങൾ ഒന്നുകൂടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാത്രം നിങ്ങൾ ഫ്യൂച്ചർ ബൈയോ അല്ലെങ്കിൽ കോൾസ് ബൈയോ ചെയ്യുക. ബെയറിഷ് അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ റൈറ്റർ ആണെങ്കിൽ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ നിൽക്കുന്നതോളം കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ ബെയറിഷ് റെഫറൻസിന് താഴെയുള്ള പുട്സ് ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും? അപ്പം ആ ഒരു എന്താണ്, നിങ്ങൾ ഒരു ഓപ്ഷൻ റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അധികം റിസ്ക് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ആ ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും ഓർത്തോളുക, ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് നിൽക്കുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞത് കൺസോൾട്ടേഷൻ ഏരിയയാണ്. ആ ഏരിയയിൽ പ്രീമിയം മീറ്റിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതിനകത്ത് എപ്പോഴും മാർക്കറ്റ് ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പ്രീമിയം മീറ്റ് ആയിരിക്കും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ബയർ എന്ന രീതിയിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് അവിടെ കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സെല്ലറുടെ രീതിയിലുള്ള ട്രേഡിംഗ് സെറ്റപ്പ് മാത്രമേ വർക്ക് ആവുള്ളൂ. ഓപ്ഷൻ ബയേഴ്സ് വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അല്ല, ഇനി ഓർക്കുക, അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏകദേശം പറഞ്ഞ 26,308 ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ആയ 335 മുകളിലേക്ക് മാർക്കറ്റ് പോയി. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളൊരു 5 മിനിറ്റ് സ്കാനിൽ മൂന്നര പ്രാവശ്യം ഈ ഭാഗത്ത് കിടന്ന് കളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു തിരിച്ചൊരു ഒരു ബുള്ളിഷ് റെഫറൻസിന്റെ സെക്കൻഡ് ലെവൽ ടാർഗറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, ആദ്യത്തെ 5 മിനിറ്റ്സ് നമ്മൾ എപ്പോഴും, ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ എപ്പോഴും ഓർത്തോളുക നമ്മൾ മാറ്റുക. ഫസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾ എപ്പോഴും ട്രേഡിങ് ചെയ്യാറ്, അല്ലെങ്കിൽ വേണം നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, ഒരു 15 മിനിറ്റ്, ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആ 15 മിനിറ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്തതിനു ശേഷം അവൻ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് മുകളിലാണ് നിൽക്കുന്നത് ഉണ്ടെങ്കിൽ ആ 15 മിനിറ്റ് തന്നെ ക്യാൻഡിലിന്റെ ലോ ഏതാണോ ആ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചോണ്ട് നിങ്ങൾ എടുക്കുക. ഇങ്ങനെയാണ് ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് 9:30 മണിയാകുന്ന സമയത്ത് നമ്മുടെ ഈ ബുള്ളിഷ് റെഫറൻസിന് മുകളിലാണ് അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ലോ എവിടെയാണോ വന്നിട്ടുള്ളത് ആ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ടൈംസിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നത് വളരെ കുറവായിട്ട് സംഭവിക്കാറുള്ളൂ. ചില ദിവസങ്ങൾ സംഭവിക്കില്ല, സംഭവിച്ചുകൂടായില്ല, സംഭവിക്കാം. ആ ദിവസങ്ങളിലെ എണ്ണം കുറവായിരിക്കും. വളരെ പെട്ടെന്നുള്ള ഫ്ലക്ച്വേഷൻ എന്തെങ്കിലും ന്യൂസ് ഒക്കെ ബേസ് റിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് റെഫറൻസ്. അപ്പൊ എപ്പോഴും ഓർത്തോളുക, ബുള്ളിഷിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിലോ ബുള്ളിഷിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ വെള്ളിയാഴ്ച നമ്മളെ ബുള്ളിഷ് റെഫറൻസ് ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ 15 മിനിറ്റ്. ഈ ആദ്യത്തെ 15 മിനിറ്റ് ഈ ഒരു കാര്യം നിങ്ങൾ വിട്ടേക്കുക. അങ്ങനെ ഈ ഒരു കാര്യം നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യത്തെ 15 മിനിറ്റ് ഇതാണ്. ഈ 3 ക്യാൻഡിലിന്റെ ഇതാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, ആ 15 മിനിറ്റിൽ എന്ത് ചെയ്തു, അവൻ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ നെഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാൻഡിൽ ഇവിടെയാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ്, ഇതാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ്. ഈ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ഫസ്റ്റ് റെഫറൻസ് ആണ്. അതായത് മുകളിലെ ബുള്ളിഷ് റെഫറൻസിന് മുകളിലെ ടാർഗറ്റ് ആയ 26,401 402 വരെ നിഫ്റ്റി വന്നായിരുന്നു. എപ്പോഴും ഓർത്തോളുക. ഇനി അടുത്ത സെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ സെല്ലിംഗ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നലെ ഈ വെള്ളിയാഴ്ച ഇതിന് താഴെ നിൽക്കുകയാണെങ്കിൽ
ബെയറിഷ് റെഫറൻസ് താഴെ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക 15 മിനിറ്റിലെ ക്യാൻഡിൽ ആ ഓപ്പണിംഗ് സമയത്താണ്, അല്ലാതെ വേറെ എപ്പോഴെങ്കിലും മാർക്കറ്റ് ടൈമിംഗ് പറഞ്ഞ സമയത്ത് നമ്മൾ അപ്പം നോക്കുകയാണെങ്കിൽ ആ സെല്ലോ അല്ല ഹെവി സെല്ലിലൊക്കെ വരികയാണെങ്കിലോ ഹെവി ബൈങ്ങിലൊക്കെ വരികയാണെങ്കിലോ അത് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന രീതി, അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ ഓർഡർ ഫ്ലോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇല്ല എങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു അടിച്ചിറങ്ങി വരുന്ന, ഇപ്പൊ നിങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പൊ കാലത്തെ കേസ് മാത്രമല്ലേ സാറേ, ഉച്ച സമയത്തോ അല്ലെങ്കിൽ കാലത്ത് സമയം കഴിഞ്ഞ് ഒരു 10 മണിക്ക് ശേഷമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5 to 10 മിനിറ്റ്സ് ക്യാൻഡിൽ, 2 ക്യാൻഡിൽ 5 മിനിറ്റ് 2 ക്യാൻഡിൽ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ക്യാൻഡിൽ അതിന് മുകളിൽ നിൽക്കുകയാണോ താഴെ നിൽക്കുകയാണോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബെയറിഷ് ബുള്ളിഷിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രേഡ് എടുത്ത് അതിന്റെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയ ലോസ് വരുന്ന സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടുന്നതാണ്. നമ്മുടെ ബുള്ളർ റെഫറൻസിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എപ്പോഴും ഓർത്തുകൊള്ളുക ഫസ്റ്റ് ടാർഗറ്റ് മുകളിലേക്കുള്ള ടാർഗറ്റിലേക്ക് പോകാനും, ബെയറിഷ് റെഫറൻസ് താഴെ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഓർത്തുകൊള്ളുക താഴത്തേക്കുള്ള ലെവലും വരും. ഇനി ചോദിക്കുമ്പോൾ ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് നിന്നാൽ എന്ത് ചെയ്യുന്നു, ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് നിന്നാൽ നിങ്ങൾ ബൈങ് ചെയ്യണ്ട. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് അവിടെ ഒരു സീറ്റ് ഇല്ല, നിങ്ങൾക്ക് അവിടെ ഒരു ഭക്ഷണം, അവിടെ നിങ്ങൾക്ക് ആഹാരം ഇല്ല. അപ്പൊ നിങ്ങൾ ആഹാരം ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ കഴിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ ആർക്ക് ആഹാരം വിളമ്പുന്നുള്ളൂ? ഓപ്ഷൻ ബയേഴ്സിനല്ല, ഓപ്ഷൻ സെല്ലേഴ്സിന് ആഹാരം കൊടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ബുള്ളിഷിന് മുകളിലുള്ള ഫസ്റ്റ് ഏത് ലെവലാണ്, ഈ ലെവലിൽ ഇവിടുത്തെ കോളിനെ റൈറ്റ് ചെയ്യുക, ബെയറിഷിനായുള്ള ഇവിടുത്തെ പുട്ടിനെ റൈറ്റ് ചെയ്യുക. എന്നിട്ട് മാർക്കറ്റ് ആ പ്രീമിയം നിങ്ങൾ ഈറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസും ബെയറിഷ് റെഫറൻസ് വെച്ചുള്ള ലെവൽ ട്രേഡിംഗ്. ഈ ലെവൽസ് എല്ലാം മാർക്കറ്റ് പ്രൊഫൈലുള്ള ലെവൽസ് ആണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നിങ്ങളൊരു മാർക്കറ്റ് പ്രൊഫൈലിൽ ചാർട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ വരച്ച് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യുക. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ആദ്യത്തെ കണ്ടില്ല, മാർക്കറ്റ് മോർണിംഗിൽ ആദ്യത്തെ ഓപ്പണിംഗ് തന്നെയാണ് നമ്മളെ ഏതെങ്കിലും റെഫറൻസ് ബുള്ളിഷോ ബെയറിഷോ മുകളിൽ ഓപ്പൺ ചെയ്യുമെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് സമയം ഒരു കോൾ ഓഫ് ടൈം കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇനി സെക്കൻഡറി കേസ് ആ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കോ 1 മണിക്കോ ആണെങ്കിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കിയിട്ട് അതൊരു ഡെസസീവ് ആയിട്ടൊരു ക്ലോസിംഗ് അതിന്റെ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിലോ ബെയറിഷ് റെഫറൻസ് താഴെയോ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ക്യാൻഡിലിന്റെ സ്റ്റോപ്പ് ലോസ് അതിന് മുമ്പത്തെ പ്രയർ ക്യാൻഡിൽ എത്രയാണോ ആ ക്യാൻഡിലിന്റെ സ്റ്റോപ്പ് ലോസ് വിച്ച് എവർ ഈസ് ഹയർ ഓർ വിച്ച് എവർ ഈസ് ലോവർ, കോളിന്റെ ആണെങ്കിൽ വിച്ച് എവർ ഈസ് ലോവർ യൂസ് ചെയ്യണം, പുട്ടാണെങ്കിൽ വിച്ച് എവർ ഈസ് ഹയർ യൂസ് ചെയ്ത് ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പൊസിഷൻ എടുക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം ലെവൽ ട്രേഡിംഗ് വെച്ച്. ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറെ ആൾക്കാർ ലെവൽ ട്രേഡിംഗ് വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലെവൽ ട്രേഡിംഗിന്റെ വീഡിയോ. അപ്പൊ ഓർക്കേണ്ട കാര്യം ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് വാച്ച് ചെയ്യുക. ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ റെഫറൻസിന് മുകളിൽ താഴെയോ മുകളിലോ നിൽക്കുകയാണെങ്കിൽ ബുള്ളിഷിന് മുകളിലും ബെയറിഷിന് താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് സൈഡാണ് നിൽക്കുന്നത് ആ സൈഡിന്റെ പൊസിഷൻസിലേക്കുള്ള പൊസിഷൻ എടുത്ത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ ബെത്ത് ബുക്ക് ചെയ്യുക. ഇനി സെക്കൻഡറി കേസ് ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുക ഓപ്ഷൻ റൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന അടുത്തുള്ള ഓപ്ഷൻ അല്ല, കുറച്ച് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ റൈറ്റ് ചെയ്ത് മാക്സിമം പ്രീമിയം ഈറ്റ് ആക്കുക. ഇൻ കേസ് ഇനി മാർക്കറ്റ് 10 മണിക്ക് ശേഷം വൈകിട്ട് 3 മണിക്ക് മുമ്പ് ആണെങ്കിൽ ഇതിനിടയ്ക്ക് ബുള്ളിഷിനോ ബെയറിഷിനോ മുകളിൽ പോകുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സിന്റെ ഒരു ക്യാൻഡിൽ ഡിസിസീവ് ആയിട്ട് ക്ലോസ് ചെയ്യണം. ഇൻഡിസിസീവ് അല്ല, പകരം ഡിസിസീവ് ആയിട്ട് ബുള്ളിഷിനോ ബെയറിഷിനോ മുകളിലോ താഴെയോ ക്ലോസ് ചെയ്യുമെങ്കിൽ ആ രീതിയിലുള്ള ട്രേഡ് നിങ്ങൾ എടുക്കുക. എപ്പോഴും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഒരു ക്യാൻഡിലിന്റെ ലോയോ ഹൈയോ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. ഇപ്പം പുട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ താഴേക്ക് പോകുന്നതുകൊണ്ട് മുകളിലത്തെ ക്യാൻഡിലിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈയെ സ്റ്റോപ്പ് ലോസ് വെക്കുക. കോൾ ആണെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോയെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങൾ ഓർത്തോളൂ, ലെവൽ ട്രേഡിംഗ് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിൽ 50-60 പോയിന്റും നിഫ്റ്റിയിൽ 20 തൊട്ട് 30 പോയിന്റ് വരെ സുഖമായിട്ട് നിങ്ങൾക്ക് ലെവൽ ട്രേഡിംഗ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലെ ഫസ്റ്റ് സെക്ഷന്റെ കേസ്. ഇനി സെക്കൻഡ് സെക്ഷൻ പലരും ചോദിക്കും ഈ 1% ട്രേഡിംഗ് സ്ട്രാറ്റജി എന്താണ്, ഈ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചുമ്മാ ട്രേഡ് ചെയ്യാനോ ഞാൻ പറ്റിക്കുകയാണോ, അതാ ചുമ്മാ ആർക്ക് എന്ത് വേണോ കാണിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മറുപടി പറയുന്നത്. അതായത് ഞാൻ ചെയ്യുന്നത് ഇവിടെ 10 lakhs ഒരു വീഡിയോ ഒരു അക്കൗണ്ടിൽ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ട്രേഡ് ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലൈവിൽ വന്ന് ഇരുന്ന് വാച്ച് ചെയ്യാം. എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, എന്ത് പൊസിഷൻ എടുക്കുന്നു, എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു, എങ്ങനെയാണ് റിസ്കിനെ മാനേജ് ചെയ്യുന്നത്, ട്രേഡ് എത്രയാണ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ലൈവായിട്ട് വന്ന് ഗൂഗിൾ മീറ്റിൽ വന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ട്രേഡ് ചെയ്ത് പോവുക. സോ ഈ നമ്മുടെ എല്ലാ ലെവലും എല്ലാ ട്രേഡ്സും എല്ലാം ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചാണ് ലെവലാണ്.
സോ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഒരു ദിവസം നമുക്ക് മിനിമം 10,000 രൂപ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ് വന്നാലും മിനിമം 10,000 ആ രീതിക്കുള്ള സെറ്റപ്പിലാണ് പോകുന്നത്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നലെ എനിക്ക് 20 ആ ഒരു 10 ലക്ഷം അക്കൗണ്ടിൽ 23,000 കിട്ടി എന്ന് വെച്ചാൽ ഞാൻ ട്രേഡിങ് ചെയ്തിട്ട് നല്ല ട്രേഡ് കൊണ്ട് കിട്ടുന്നെങ്കിൽ എടുക്കും. പക്ഷെ നമ്മളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിനെ കാട്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ 1% റിസ്ക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആ ഒരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റവും കോൺട്രാക്ട് സൈസിങ് ഇങ്ങനെയൊക്കെ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അവയർനെസ് വീഡിയോയും കൂടെ ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തിയത്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുക. ലെവൽ ട്രേഡിംഗ് ഈസിയായി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ്സിന്റെ ചാർട്ട്സ് ഉപയോഗിക്കുക. ഈ തരുന്ന ലെവലിൽ ചാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ട്രേഡിംഗ് വീലോ കോ ചാർട്ടിങ്ങിലോ എവിടെയാണോ നിങ്ങൾ ഈസി അതിലേക്ക് മാർക്ക് ചെയ്യുക. ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുക. കേട്ടതിന് ശേഷം അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്പനിയിൽ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരാഴ്ച ഫ്രീ ട്രയൽ തരുന്നതാണ്. അപ്പൊ അത് ഞാൻ തന്നെയാണ് ഫ്രീ ട്രയൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് എന്തുവാണ് ട്രയൽ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാകുക. എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച നടന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ചാനലിൽ വളരാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരു നന്ദി. ടേക്ക് കെയർ.